ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. 2 സ്പൂൺ റാഗി പൗഡർ വെച്ചിട്ടാണ് നമ്മളിത് 2 ഗ്ലാസ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾ, അല്ലെങ്കിൽ രാവിലെ കഴിക്കാൻ സമയമില്ലാത്തവർ, അങ്ങനത്തെവരൊക്കെ ആണെങ്കിൽ ഇതൊരു ഗ്ലാസ് മസ്റ്റായിട്ടും കുടിച്ചിരിക്കണം. അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടിയാണിത്. റാഗി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് ഫൈബർ കണ്ടൻറ്റും ഉണ്ട്. അപ്പം കുറേ നേരത്തേക്ക് നമ്മൾക്ക് വിശക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവർക്കും ഇതൊരുപാട് നല്ലതാണ്. ഇതിനകത്ത് നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതൊന്നുമില്ലാതെ തന്നെ നല്ല മധുരത്തിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. രാവിലെ നമ്മൾ തിരക്കിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പോലും ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഈസി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 15 ബദാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇത് തലേദിവസമല്ല, ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസമേ വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ 10 അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഡ്രിങ്കിനകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ബദാമിനകത്തും വൈറ്റമിൻ ഇയും മാഗ്നീഷ്യവും കാൽഷ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പിനകത്തും ആൻറ്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് ക്യാൻസർ തടയുന്നതിനൊക്കെയും സഹായിക്കും. ഇനി വേണ്ടത് പാലാണ്. 2 ഗ്ലാസ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് തിളപ്പിച്ച് ഒന്ന് ചൂടാറിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പം ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മളിത് പാല് തിളപ്പിക്കാൻ വെച്ചാൽ പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും. പാല് തിളച്ച് വന്നതിന് ശേഷം ഇതേപോലെ വേറൊരു പാത്രത്തിനകത്തോട്ട് അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി വേണ്ടത് സബ്ജ സീഡ്സ് ആണ്. 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇതിനകത്തും ആൻറ്റി ക്യാൻസർ, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ട്. അതുമാത്രമല്ല ഒമേഗ 3യും നന്നായി അടങ്ങിയിട്ടുണ്ട്. ത്രോട്ട് ഇൻഫെക്ഷൻസും കോൾഡൊക്കെ വരാതിരിക്കാനും ഇത് നല്ലതാണ്. ഇതിനകത്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. പാല് തിളപ്പിച്ചതിന് ശേഷം നമ്മളിത് കുതിരാനിട്ടാൽ മതി. ഇനി വേണ്ടത് ഡേറ്റ്സ് ആണ്. നമ്മൾ ഇതിനകത്ത് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് നമ്മൾ ഈന്തപ്പഴം ഇട്ട് കൊടുക്കുന്നത്. ഇത് 6 എണ്ണം എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ്സിന് ഇത്രയും എടുത്താൽ തന്നെ നല്ല മധുരം ഉണ്ടായിരിക്കും. ഡേറ്റ്സിൻ്റെ ഗുണങ്ങൾ പിന്നെ എല്ലാവർക്കും അറിയാം. ഇത് ഹീമോഗ്ലോബിൻ കൂടാനൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രെയിൻ ഫങ്ഷൻസിനും ഇത് നല്ലതാണ്. ഇതിൻ്റെ സീഡെല്ലാം കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി വേണ്ടത് നമ്മളുടെ പ്രധാന ചേരുവയായ റാഗിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത റാഗിപ്പൊടിയല്ല, സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന റാഗിപ്പൊടിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന റാഗിപ്പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മുളപ്പിച്ച റാഗിയുടെ പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അതിനകത്തോട്ട് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. റാഗിയുടെ ഗുണങ്ങൾ പിന്നെ എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് നല്ലപോലെ കാൽഷ്യം അടങ്ങിയതുകൊണ്ട് തന്നെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒത്തിരി നല്ലതാണ്. ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഷുഗർ കുറയാനും ഇത് നല്ലതാണ്. ഇപ്പം ഞാനിതിവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടുപ്പത്തോട്ട് വെക്കാൻ പോവാണ്. ആദ്യമേ തന്നെ തീ കുറച്ച് കൂട്ടി വയ്ക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. റാഗി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടയാവാൻ ചാൻസ് ഉണ്ട്. തിളയ്ക്കുന്നവരെ തീ കൂട്ടി വെച്ചതിന് ശേഷം തിളച്ച് കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വയ്ക്കാം. കൈവിടാതെ ഇളക്കുന്നത് മറക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇളക്കൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കട്ട പിടിക്കും. ഇപ്പം ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഇതൊന്ന് കുക്കാക്കി എടുക്കുക. അതിനായിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. 2 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോഴത്തേക്കും ഇത് കുക്കായിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറിയിട്ട് വരണം. എന്നിട്ട് വേണം നമ്മൾക്കിത് മിക്സിക്കകത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. രാവിലെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾക്കിത് തലേദിവസം തന്നെ കുറുക്കി വയ്ക്കാം. അതേപോലെ തന്നെ പാലും തലേദിവസം തന്നെ തിളപ്പിച്ച് വയ്ക്കാം. അപ്പം രാവിലെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്ത് അതിനകത്തേക്ക് ആദ്യമേ തന്നെ ഡേറ്റ്സിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുതിരാൻ വെച്ച ആൽമണ്ട്സും നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം കളഞ്ഞതിന് ശേഷം നട്ട്സും ആൽമണ്ട്സും മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറുക്കി വെച്ച റാഗിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാലാണ്. പാലിപ്പം നന്നായി ചൂടാറി വന്നിട്ടുണ്ടായിരിക്കും. അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് പാല് മാത്രം ആദ്യം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ബാക്കി പാല് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇതിവിടെ നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ടാണ് മിക്സിയുടെ വലിയ ജാർ എടുത്തത്. ഇതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾക്കിത് ഗ്ലാസ്സിനകത്തോട്ട് നേരെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കാര്യം കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ സബ്ജ സീഡ്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം നന്നായി കുതിർന്ന് വന്ന് കാണും. ഓരോ ടേബിൾ സ്പൂൺ ഓരോ ഗ്ലാസ്സിലും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് ഇടാനായിട്ട് കുറച്ച് നമ്മൾക്ക് മാറ്റി വയ്ക്കാം. സബ്ജ സീഡ്സ് കുറച്ചും കൂടെ വേണമെന്നുള്ളവരാണെങ്കിൽ
കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് കൂടെ റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. റാഗി കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിത് റാഗിയാന്ന് പോലും മനസ്സിലാവത്തില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. രാവിലത്തെ തിരക്കിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ കഴിക്കാനോ പറ്റാത്തവർക്ക് ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നല്ല എനർജിയും ഉന്മേഷമായിരിക്കും കിട്ടുന്നത്. ഇതുപോലത്തെ ഡ്രിങ്കുകൾ കുടിക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്